ജാതകം എഴുതിയിരുന്നു. അച്ഛന് 70 വയസ്സ് വരെ ജീവനോടെ ഇരിക്കത്തുള്ളൂ, മരിച്ചു പോകുമെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് നിങ്ങളുടെ യേശുദേവൻ ജീവനോടെ ഇന്നും നിർത്തിയിരിക്കുന്നു. അമ്മ രോഗിയായി കിടന്നപ്പോൾ ഡോക്ടർ വിധി എഴുതി ഇനി ജീവിക്കയില്ല, മരിച്ച് അല്ലെങ്കിൽ സ്തംഭിച്ച് കിടക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഇന്നും ജീവനോടെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് കുടുംബത്തോടെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് മുഖാന്തരം ഞങ്ങൾക്ക് സന്തോഷം, സമാധാനം, സ്വസ്ഥത, നിരാശകളെ മാറ്റുന്നു. ഡോക്ടർ അമ്മയെ കൈവിട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, മരിക്കാം, അമ്മ മരിക്കുമ്പോൾ എനിക്കും മരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തെ ഒരു ആത്മഹത്യാ പ്രവണത ഉളവായി. ഹല്ലേലൂയ. എന്നാൽ യേശുദേവൻ എൻ്റെ ആത്മഹത്യാ ചിന്തയെ മാറ്റി തിരുത്തി. കുറ്റം പറയുന്നു, യേശുവിനെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയായിരുന്ന എന്നെ ദൈവം ഇത്രത്തോളം നിങ്ങളുടെ മുമ്പിൽ നിർത്തി ഇതോടെ പ്ലാറ്റ്ഫോമിലും ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ സാക്ഷിയായിരിക്കാൻ നൽകിയ സർവേശ്വരന് നന്ദി പറയുന്നു. നമ്മുടെ യേശു ജീവിക്കുന്ന ദൈവമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സത്യദൈവം. ഹല്ലേലൂയ. എനിക്കും ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും ഞാൻ ചുരുക്കി പറയുന്നു. അമ്മയെ ഡോക്ടർ കൈവിട്ടു, രോഗം വന്നത് മുഖാന്തരമാണ്. നമ്മൾ വന്ന വഴികൾ എന്ത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് അമ്മ രോഗിയായി കിടന്ന സമയത്ത് ആൻറ്റി, അങ്കിൾ നമ്മുടെ ഇടയിലുണ്ട്, വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയാണ് ഞങ്ങൾ സത്യത്തെ, ദൈവത്തെ തിരിച്ചറിയാൻ മുഖാന്തരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവാകത്തില്ല. അല്പം താമസിച്ചാലും നമ്മളെ ദൈവം ജീവനോടെ നിർത്തും. ഹല്ലേലൂയ. വസന്താൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു, പുഷ്പാങ്കിളിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു. മദ്യപാനിയുടെ വീട്ടിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും, അതിൻ്റേതായ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ ജാതകം എഴുതിയിരുന്നു. അച്ഛന് 70 വയസ്സ് വരെ ജീവനോടെ ഇരിക്കത്തുള്ളൂ, മരിച്ചു പോകുമെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് നിങ്ങളുടെ യേശുദേവൻ ജീവനോടെ ഇന്നും നിർത്തിയിരിക്കുന്നു. അമ്മ രോഗിയായി കിടന്നപ്പോൾ ഡോക്ടർ വിധി എഴുതി ഇനി ജീവിക്കയില്ല, മരിച്ച് അല്ലെങ്കിൽ സ്തംഭിച്ച് കിടക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഇന്നും ജീവനോടെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് കുടുംബത്തോടെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് മുഖാന്തരം ഞങ്ങൾക്ക് സന്തോഷം, സമാധാനം, സ്വസ്ഥത, നിരാശകളെ മാറ്റുന്നു. അതുപോലെ എനിക്കും ഒരു രോഗമുണ്ടായിരുന്നു, അലർജി. ദേഹം വേർക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാകും, ചൊറിഞ്ഞടക്കുന്ന അവസ്ഥ. അതുപോലെ കുളിച്ച് കയറുമ്പോഴും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ രോഗം മദ്യപാനിയുടെ ജീവിതത്തിലുള്ള വിഷയങ്ങൾ, വഴക്ക്, കലഹമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ജീവിതത്തിലെ ഒത്തിരി മുറിപ്പാടുകളിൽ ഹല്ലേലൂയ ഡോക്ടർ അമ്മയെ കൈവിട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, മരിക്കാം, അമ്മ മരിക്കുമ്പോൾ എനിക്കും മരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തെ ഒരു ആത്മഹത്യാ പ്രവണത ഉളവായി. ഹല്ലേലൂയ. എന്നാൽ യേശുദേവൻ എൻ്റെ ആത്മഹത്യാ ചിന്തയെ മാറ്റി തിരുത്തി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആത്മഹത്യയിലൂടെ ആരെങ്കിലും പോകുന്നെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവം. യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ യേശു മതിയായ ദൈവം. ഹല്ലേലൂയ. അതോടൊപ്പം ഹല്ലേലൂയ, അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഹല്ലേലൂയ, ഈ ആത്മഹത്യാ പ്രവണതയിലൂടെ കടന്നു പോയപ്പോൾ രോഗം മൂർച്ഛിക്കും. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞു പോയപ്പോൾ ഒരു ബേബി സോപ്പുമായിട്ടാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് പോയത്. എൻ്റെ സോപ്പ് വേറെ ആർക്കും കൊടുക്കാൻ കഴിയാതെ വണ്ണം ഞാൻ ഉപയോഗിക്കും. എങ്കിലും ചൊറിച്ചിൽ എന്നെ വല്ലാതെ വേദനപ്പെടുത്തി. അപ്പോഴൊക്കെ ഹല്ലേലൂയ ഞാൻ വിചാരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടുമെന്നും. ഹല്ലേലൂയ. പതുക്കെയാണ് വിടുതലെങ്കിൽ മധുരം കൂടും. ഹല്ലേലൂയ. എനിക്ക് ദൈവം സൗഖ്യം തന്നു. ഹല്ലേലൂയ. സൗഖ്യം തന്നു. അപ്പോൾ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ ഈ രോഗം കാരണം ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. ഹല്ലേലൂയ. ആരെങ്കിലും രോഗിയായി വിഷമിക്കുന്നെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല എങ്കിലും ഹല്ലേലൂയ യേശുവിന് കഴിയും. ഹല്ലേലൂയ. പ്രതീക്ഷ കൈവിടാതെ ഹല്ലേലൂയ കർത്താവിനെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ.
നമ്മുടെ ദൈവം വിശ്വസ്തതയുള്ള ദൈവം. ഹല്ലേലൂയ. ഇന്നലെ ചേച്ചി പറഞ്ഞതുപോലെ ഒരു വൃക്ഷമായാൽ വെട്ടിയാൽ അതിന് പ്രത്യാശയുണ്ട്. വെട്ടിയാലും കിളർക്കും. ഹല്ലേലൂയ. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഹല്ലേലൂയ അത് പൊട്ടിക്കിളർക്കും. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ നമ്മളെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടി മരിച്ചൊരു യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ തൊട്ട് തഴുകി തലോടി നമ്മുടെ വിഷയങ്ങളെ ഹല്ലേലൂയ താങ്ങി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ മരണപര്യന്തം കൊതിക്കുക. ഹല്ലേലൂയ. ദൈവത്തിനാൽ നിറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുക. കാറല്ല, ബംഗ്ലാവല്ല വലുത്, എൻ്റെ യേശുവാണ് വലുത്, എൻ്റെ ദൈവമാണ് വലുത്, എൻ്റെ പരിശുദ്ധാത്മാവാണ് വലുത്. ഹല്ലേലൂയ. ഇനിയും ഒരുപാടുണ്ട്. എല്ലാ മഹത്വവും ദൈവത്തിന്. പിന്നെ ഒരു കാര്യം, ഈ വചനത്തെ ഉയർത്തിയതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ വചനത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായി അറിയത്തില്ല. നമ്മൾ പറഞ്ഞല്ലോ ഈ യേശുദേവനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ആത്മഹത്യ ടെൻഡൻസിയിലൂടെ പോയപ്പോൾ എന്നെ നടത്തിയൊരു വചനമുണ്ട്. ഹല്ലേലൂയ. ഈ വചനം നമ്മളെല്ലാവരും വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന് ജീവനുണ്ട്. ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനം. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഈ വചനം ഏതെന്ന് അറിഞ്ഞൂടാ. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. എനിക്കും എപ്പോഴും മരണചിന്ത, ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യ ടെൻഡൻസി വരുമ്പോൾ ഈ വചനം എൻ്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ വരും. യേശു ജീവിക്കുന്നത് കൊണ്ട് നീ ജീവിക്കും. ഹല്ലേലൂയ. ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഇങ്ങനെ ഒരു ടെൻഡൻസി, മരിക്കണമെന്നുള്ള ടെൻഡൻസി വരും. ഈ വചനം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേർ വചനത്തെ മുറുകെ പിടിക്കും? ഹല്ലേലൂയ. ഈ വചനം സത്യമാണ്. ഈ വചനത്തിലെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നമ്മുടെ ജീവിത യാത്രയിൽ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമ്മളെ കൈവിടാത്തൊരു ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുക, മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുക. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിലും ഒരുപാട് നന്മകൾ ദൈവം ഈ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ജൂനിയർ കമ്മീഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ ലേയിലാണ് വർക്ക് ചെയ്യുന്നത്. ലേ ലഡാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ജമ്മുവിന് മുകളിലാണ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതിന് ഒരു സാക്ഷിയെ എനിക്ക് അവസരം ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്ന സിസ്റ്ററിനും കുടുംബത്തിനും നന്ദി പറയുന്നു. നമ്മൾ ഏകദേശം 20 വർഷത്തോളമായി സത്യദൈവത്തെ അറിഞ്ഞിട്ട്. ആദ്യമായി നമ്മൾ വരുന്ന സമയത്ത് അമ്മയുടെ അസുഖമായിട്ടാണ് വന്ന് എന്നും ആശുപത്രി കിടക്കുന്ന ഒരവസ്ഥയിൽ മരണപ്പെട്ടു പോകും എന്നുള്ള ഒരു വാർത്തയിലൂടെ നമ്മളെ ചെറുപ്പത്തിൽ വളർന്ന് ഏകദേശം 2005 ആ ഭാഗത്താണ് സത്യദൈവത്തെ അറിയാൻ ഇടയായത്. അതിനുശേഷം ഞാൻ സ്നാനം എടുക്കുക 2008 ആ സമയത്താണ്. അതിന് മുമ്പ് അമ്മയും അനിയത്തിയും ചേട്ടനൊക്കെ സ്നാനം എടുത്തായിരുന്നു. ഞാനൊന്നും അങ്ങനെ പിടികൊടുക്കാത്ത ഒരാളായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതലേ സത്യദൈവത്തെക്കുറിച്ച് അറിയാത്തൊരു വഴിയായിരുന്നു. ഞാൻ അതിനെക്കൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല. ആൾറെഡി ഈ മുമ്പുള്ള സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഓരോ സാക്ഷ്യങ്ങളാണ് എനിക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സാക്ഷ്യം പറഞ്ഞ ഒരുപാടുണ്ട്. ഓരോ ദിവസവും ഓരോ സാക്ഷ്യം. ഞാൻ ഇപ്പോൾ ലീവിന് വന്നപ്പോൾ ജസ്റ്റ് ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു. എൻ്റെ ഇവിടെ ഉണ്ടെന്നറിയാം. എൻ്റെ കൂടെ പഠിച്ച ഒരു ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ്റെ ഒരാൾ എൻ്റെ അടുത്ത് ഫോൺ കൊണ്ടുവന്നിട്ട് ആ നമ്പർ ഉണ്ടോയെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നമ്പറുണ്ട്, പക്ഷേ എന്തോന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ കൊടുക്കാൻ മടിച്ചാൽ. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു ഈ നമ്പർ കൊടുക്കട്ടാന്ന്. എന്തോ കുറച്ച് എമൗണ്ട് വേണ്ടിയിട്ട് വീട് ജപ്തിയായി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ദൈവമേ എന്നെയൊക്കെ എത്രത്തോളം വഴി നടത്തുന്നു എന്ന്. ഇത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. എനിക്കൊരു പേടിയില്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ.
ഞാൻ വന്നിരിക്കുന്നതിന് -29, 30 ആ തണുപ്പിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെയൊക്കെ ഇത്രത്തോളം നടന്ന് ദൈവത്തിന് നന്ദി പറയണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഓക്സിജൻ പോലും നേരെയില്ല. ജസ്റ്റ് ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ് പോലും എൻ്റെ ഒരു സബോർഡിനേറ്റ് ഡെത്തായിട്ട് പോയതുള്ളൂ. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജുള്ള സ്ഥലത്തൊക്കെ ദൈവം നമ്മളെ വഴി നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ദേശത്ത് ചെറിയ ഇരുട്ട് പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ വെളിച്ചം വരണം. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇവിടെ എൻ്റെ മൈക്ക് ശബ്ദത്തിൽ കേൾക്കുന്ന ആൾക്കാർ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു അവസരം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം നമ്മളെ ഫിംഗർ ടിപ്പിൽ തന്നെ നമുക്ക് എല്ലാ അവസരമുണ്ട്. മൊബൈൽ നമുക്ക് ആൾറെഡി ആ കൊറോണ സമയത്തൊക്കെ അതിന് മുമ്പൊക്കെ നമുക്ക് മൊബൈലിലൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് വചനമൊന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാനൊക്കെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അങ്ങനെയൊന്നുമല്ല. ആ സാഹചര്യം മാറിയിട്ടുണ്ട്. നമുക്ക് വചനമൊക്കെ ഫിംഗർ ടിപ്പിൽ കിട്ടും. ഞാൻ നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെയാണ് ഉള്ളത്. ആ സമയത്ത് അവർക്ക് ADBC എന്നുള്ളത് പോലും അറിയത്തില്ല. ഇന്നൊക്കെ അവിടുത്തെ അവസ്ഥയൊക്കെ മാറി. ചില സ്ഥലത്തൊക്കെ പ്രാർത്ഥിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓരോരോ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അത് നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം. നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫസ്റ്റ് ഡേ സജു ചാതൻ ബ്രദർ പറഞ്ഞതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മൾ യുദ്ധശ്രുതികളും ബൈബിളിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുക നമ്മൾ ട്രിവാൻഡ്രം നല്ല സേഫ് ആയിരിക്കുമെന്ന്. ട്രിവാൻഡ്രം സബ്സെ ഡേഞ്ചറസ് പ്ലേസ് ആണ്. സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാൻ പറ്റും. ഇവിടെ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഒരു 3000 കിലോമീറ്റർ റേഞ്ച് ഒന്നുമല്ല. നമ്മൾ ഓരോരോ സ്റ്റെപ്പിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളെ പ്രാർത്ഥന വേണം. ഇവിടെ ഇനി കൂടുതൽ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ അടുത്തുള്ള കൺട്രികളൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുക അനുസരിച്ച് ഓരോ കാര്യം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥന വേണം. നമ്മൾ ഈ കുടുംബത്തെ ഈ ദേശത്തിനൊരു സാക്ഷിയായി നിർത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. പറയുന്നതിന് ഒരുപാട് സാക്ഷിയുണ്ട്. ആവർത്തന പുസ്തകം 28:14 ഇങ്ങനെ പറയുന്നു: തക്ക സമയത്ത് നീ ദേശം മഴ പെയ്യുവാനും യഹോവ നിനക്ക് നല്ല ഭണ്ഡാരമായി ആകാശം തുറക്കും. നീ അനേകം ജനതകളെ. അത് കഴിഞ്ഞിട്ട് യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. ഓക്കെ, നിങ്ങളെ പ്രാർത്ഥനയും വചനത്തിലുള്ള വിശ്വാസവും വചനത്തിനനുസരിച്ച് നടക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും താഴ്മയുള്ളവരായിരിക്കുക ആ ദൈവത്തോട്. വചനം ഇങ്ങനെ പറയുന്നു: താഴ്മയുള്ളവനും യഹോഭക്തിയുള്ളവനും ഓട്ടോമാറ്റിക്കായി ധനവും മാനവും എറ്റേണൽ ലൈഫ്, നിത്യജീവനും നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ലഭിക്കും. നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തിലിരിക്കുക. ഇതിലാരും ദുഃഖിക്കേണ്ട ഒരാവശ്യമില്ല. ബൈബിള് കിട്ടിയതിന് ഏറ്റവും വലിയ മഹത്വം. ഇതിലെ വചനം ഓരോ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യമൊക്കെ ഒന്നും അറിയത്തില്ല. എനിക്ക് അവസരങ്ങളൊന്നും കിട്ടത്തില്ലായിരുന്നു. വചനം എന്തെന്ന് അറിയത്തില്ല. അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഒട്ടും അറിയത്തില്ല. ബൈബിളിനെ കുറ്റം പറയുന്നതും യേശുവിനെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയായിരുന്ന എന്നെ ദൈവം ഇത്രത്തോളം നിങ്ങളുടെ മുമ്പിൽ നിർത്തി ഇതോടെ പ്ലാറ്റ്ഫോമിലും വലിയ വലിയ സ്ഥലത്തും എന്നെ ഇരുത്തിയിട്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ആരെങ്കിലും ദുഃഖമായിട്ടോ വീട്ടിലെ പ്രോബ്ലമായിട്ടോ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെല്ലാത്തിനും മറുപടി നിങ്ങൾക്ക് കിട്ടും. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. പറയുന്നതിന് ഒരുപാടുണ്ട്. എൻ്റെ ഓരോ ലൈഫ്, ആർമി ലൈഫൊക്കെ ഓരോ ദിവസം ഓരോ രീതിയിലാണ് നടത്തുന്നത്. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഞാൻ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.